ശുചീകരണ തൊഴിലാളികളുടെ സ്ഥിര നിയമനത്തിൽ തീരുമാനമെടുക്കാത്ത കൊച്ചിൻ കോർപ്പറേഷനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി മുൻ ജീവനക്കാർ. തൊഴിലാളികളുടെ സീനിയോറിറ്റി ലിസ്റ്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ച് 5 മാസം പിന്നിട്ടിട്ടും നടപടിയില്ലാത്തത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. ലോൺ എടുത്തിട്ട് അടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആത്മഹത്യയുടെ ഒരു വർക്കിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ. 2009 മുതൽ കൊച്ചിൻ കോർപ്പറേഷന് കീഴിൽ ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികളാണ് നിലവിൽ സ്ഥിര നിയമനത്തിനായി കാത്തിരിക്കുന്നത്. DLR വ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന 400ഓളം പേരാണ് സീനിയോറിറ്റി ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും കോർപ്പറേഷന്റെ അനാസ്ഥ മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഞങ്ങൾ ഓംബുഡ്സ്മാനിൽ കേസ് കൊടുത്തപ്പോൾ ഓംബുഡ്സ്മാനിൽ കേസ് സ്വീകരിക്കുകയും ചെയ്തിട്ട് ഓരോ പ്രാവശ്യം മാസത്തിൽ ഓരോ ലിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇവർ ഈ ലിസ്റ്റ് ഞങ്ങളുടെ ലിസ്റ്റ് പരിഗണിച്ചുകൊണ്ടിരിക്കണേന് ഉടനെ എടുക്കും എന്ന് പറഞ്ഞ് നീണ്ടു പോയി. എത്ര വർഷം? ഏകദേശം 17 തൊട്ട് 3 വർഷം, 3-4 വർഷത്തോളം ഓംബുഡ്സ്മാൻ കോടതിയിൽ ഞങ്ങളിട്ട് നരകിച്ച്. സീനിയോറിറ്റി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് സ്ഥിര നിയമനം നടത്തണമെന്ന ഓംബുഡ്സ്മാൻ വിധിയും കടലാസിലൊതുങ്ങി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരമുള്ള താൽക്കാലിക നിയമനത്തിൽ ഇവരെ പിന്തള്ളിയെന്നും നിലവിലെ നിയമനങ്ങളിലും അഴിമതിയുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഇവിടെ പല പ്രാവശ്യം എംപ്ലോയ്മെന്റ് വഴി ആളുകൾ എടുത്തപ്പോഴും നമ്മൾ സീനിയോറിറ്റിയോട് കൂടി നിൽപ്പുണ്ട്, എന്നിട്ട് ഇവരൊന്നും നമ്മൾ അതിന് പരിഗണിച്ചില്ല. വീണ്ടും നമ്മൾ ഈ തൊഴിൽ 2021 വീണ്ടും നമ്മൾ ജോലിക്ക് കയറിയിട്ട് വിശ്രമമില്ലാതെ നമ്മൾ ഇത്രയും നാളും പിടിച്ചിരുന്ന് ജോലി ചെയ്ത. ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞവരെ വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരായ ആളുകളെ മാത്രമേ വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ നടത്തി കുറച്ച് പേരെ തൊഴിലിന് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഞങ്ങൾ വീണ്ടും പുറത്ത് നിൽക്കുവാണ്. കോവിഡ്, പ്രളയം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം എന്നിവ അടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ കോർപ്പറേഷനൊപ്പം ചേർന്ന് നിന്ന തങ്ങളെ കോർപ്പറേഷൻ വഞ്ചിക്കുകയാണുണ്ടായതെന്നും ഇവർ പറയുന്നു. അന്നൊക്കെ കക്കൂസിൻ്റെ എല്ലാ ഓസുകളും ഈ ടാങ്കിലോട്ടാണ്, ഇത് കാണയിലോട്ടാണ് വെച്ചിരുന്നത്. അതെല്ലാം ഞങ്ങൾ ട്രോളിക്ക് വലിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥലം കണ്ടെത്തി കൊണ്ട് കളയണമായിരുന്നു. അങ്ങനെ കളഞ്ഞ് ഇപ്പം കാണകൾ ക്ലീനായി. ഇപ്പം പുതിയൊരു സിസ്റ്റം വന്ന് കാണയിലേക്ക് ഓസ് വയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാണയൊക്കെ ക്ലീനായി. അങ്ങനെ വന്നപ്പോൾ ഇപ്പം കോർപ്പറേഷൻ ഓഫീസിൽ ഇൻ്റർവ്യൂ ചെയ്ത് പിള്ളേരെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ 2011 ഇപ്പോൾ വരെ ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങളെല്ലാം ക്ലീനാക്കിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ആൾക്കാർ ഈ ജോലിക്ക് മുന്നോട്ട് വരുന്നത്. വരും ദിവസങ്ങളിലും അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.